നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. IPL ആർ സി ബി ഇതാ MIയെ വാങ്കഡയിൽ പോയി തോൽപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷവും ഇത് സംഭവിച്ചു, ഈ വർഷവും അത് തന്നെ സംഭവിക്കുന്നു. CSKക്ക് ചെപ്പോക്കിൽ പോയി പണി കൊടുത്തിട്ട് ഒരാഴ്ച തികയുമ്പോൾ വാങ്കഡയിൽ പോയിട്ട് MIക്കും പണി കൊടുത്തിരിക്കുന്നു. RCB മികച്ച ഫോമിലാണ്. കളി തോറ്റില്ലേന്ന് ചോദിക്കും. അത് രാജസ്ഥാൻ റോയൽസിനോട് വൈഭവ് സൂര്യവംശി എല്ലാവർക്കും ഇട്ട് പണി കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ കിട്ടിയ പണിയാണ്. അതൊഴിച്ചാൽ RCB മികച്ച ഫോമിലാണ് കളിക്കുന്നത്. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ പ്രതികൂലമായ സാഹചര്യമാണ്. ടോസ് ലഭിച്ചില്ലെങ്കിൽ വാങ്കഡയിൽ ജയിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് നൈറ്റ് മാച്ചുകളിൽ നല്ല ഫ്ലാറ്റ് പിച്ച്, ഡ്യൂ വരും, ചേസ് ചെയ്യുക എന്നുള്ളത് എളുപ്പമാണ്. അപ്പോഴാണ് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വരുന്നത്. ആ പ്രതികൂല സാഹചര്യത്തിൽ RCBക്ക് ചെയ്യാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഏറ്റവും വലിയ റണ്ണടിക്കുക. ആ വാങ്കഡെ സ്റ്റേഡിയത്തിൽ IPL ഏറ്റവും ഉയർന്ന സ്കോർ തന്നെ അങ്ങ് അടിച്ചു. എന്നിട്ട് അത് ഡിഫെൻഡ് ചെയ്യുക, അതവർ ചെയ്ത് കാണിച്ചു. അതുകൊണ്ട് RCB ഏറ്റവും മിന്നും ഫോമിൽ കളിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടി ഞാൻ പറയട്ടെ. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു താരത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ടീമല്ല RCB എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ സ്കോർ കാർഡ് നിങ്ങൾ നോക്കണം, RCBയുടെ സ്കോർ കാർഡ്. അതിൽ വിരാട് കോഹ്ലി അടിച്ച റണ്ണത്ര, മറ്റ് ബാറ്റർമാർ അടിച്ച റണ്ണത്ര. മൊത്തം നോക്കിയാൽ 38 പന്തുകൾ നേരിട്ട വിരാട് കോഹ്ലി 131.58 സ്ട്രൈക്ക് റേറ്റിൽ 50 റൺസ് അടിച്ചപ്പോൾ ബാക്കിയുള്ളവർ 83 പന്തുകളിൽ നിന്ന് 177 റൺസാണ് അടിച്ചത്. സ്ട്രൈക്ക് റേറ്റ് 213.25. സോ അതിലുണ്ടെല്ലാം. ഇപ്പോഴത്തെ RCB എന്ന് പറഞ്ഞാൽ അതാണ്. ഏതെങ്കിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നതല്ല എന്നുള്ളത് വ്യക്തമാണ്. ഫിൽ സാൾട്ടിൻ്റെ വെടിക്കെട്ട്, രജത് പട്ടീദാറിൻ്റെ പൊട്ടിത്തെറിക്കൽ, ടിം ഡേവിഡിൻ്റെ കിടിലൻ ഫിനിഷിങ് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു സൂപ്പർബ് ഡ്യൂപ്പർബ് ഇന്നിങ്സ് അങ്ങ് അവർ കളിച്ചപ്പോൾ പേരുകേട്ട മുംബൈയുടെ ബൗളിംഗ് നിരക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആ റൺസ് ചേസ് ചെയ്യാനുള്ള മുംബൈ ഇന്ത്യൻസിൻ്റെ ശ്രമവും വേണ്ട വിധത്തിൽ ഫലവത്താവാതെ പോയത് എവിടെയാണ്? അത് കൃണാൽ പാണ്ഡ്യ അടക്കമുള്ള RCBയുടെ സ്പിന്നർമാരുടെ മികച്ച ബൗളിംഗ് പ്രകടനത്തിൻ്റെ ഘട്ടത്തിലാണ്. കൃണാൽ പാണ്ഡ്യ ഈ പിച്ചിലെ 4 ഓവറിൽ 26 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ഒരു വിക്കറ്റും എടുത്തു എന്ന കാര്യം നോക്കുക. സുയാഷ് ശർമ്മ ശരിയാണ്, കുറച്ച് റണ്ണ് വഴങ്ങിയിട്ട്, പിന്നെ ഈ പിച്ചിൽ അതാണ് സംഭവിക്കുന്നത്. എങ്കിലും അദ്ദേഹവും 2 വിക്കറ്റുകൾ വീഴ്ത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കാര്യം വളരെ വ്യക്തമാണ്. RCB അവരുടെ ഫോമിൻ്റെ പാരമ്യതയിലാണ് ഈ ഒരു ടൈറ്റിൽ ഡിഫെൻഡിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എല്ലാ പ്രധാന മത്സരങ്ങൾ കഴിഞ്ഞാലും റാഫ് ടോക്സിൽ അതിൻ്റെ റിവ്യൂ ഉണ്ടാവും. നിങ്ങളുടെ പിന്തുണയാണ് റാഫ് ടോക്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ നമ്മൾ പ്രമുഖ ക്രിക്കറ്റ് നിരീക്ഷകരുടെ നിരീക്ഷണങ്ങളും ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ വിശകലനങ്ങളും ക്രിക്കറ്റ് പോർട്ടലുകളിൽ വരുന്ന വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് റാഫ് ടോക്സിൻ്റെ റിവ്യൂ വീഡിയോകളൊക്കെ. അപ്പോൾ നമ്മുടെ മാത്രം അഭിപ്രായങ്ങളല്ല എന്നർത്ഥം. അതേസമയം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടാവും, അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. കളിയെ ഓരോ സുഹൃത്തുക്കളും വിലയിരുത്തുന്ന വ്യത്യസ്ത രൂപത്തിലായിരിക്കുമല്ലോ. അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തി നമുക്ക് ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകാം. കൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പണാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ മറ്റ് വിലയിരുത്തലുകളും ഒക്കെ അതിൽ പോസ്റ്റായിട്ടും ഇടാവുന്നതാണ്. ജസ്റ്റ് കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആക്കുക, അതിൽ നിങ്ങൾക്ക് ഇടാനുള്ളത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ രൂപത്തിൽ അത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ക്രിക്കറ്റ് ചർച്ച ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം എന്ന രൂപത്തിലാണ് നമ്മുടെ റാഫ് ടോക്സിൻ്റെ എല്ലാ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മൾ നല്ല രൂപത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. സുഹൃത്തുക്കളുടെ നല്ല പിന്തുണ അവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും അത്തരത്തിൽ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാവുന്നതാണ്. ഏതായാലും നമ്മൾ കാര്യത്തിലേക്ക് വരികയാണ്. ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചുകൂട്ടിയത് 240 റൺസാണ്. ഫിൽ സാൾട്ടിൻ്റെ 78, രജത് പട്ടീദാറിൻ്റെ 53, വിരാട് കോഹ്ലിയുടെ 50 റൺസ്. മറുപടി ബാറ്റിങ്ങിൽ മുംബൈ ഇന്ത്യൻസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 222 റൺസിലേക്കാണ് എത്തിയത്. എന്ന് പറയുമ്പോൾ 18 റൺസിന് തോറ്റു മുംബൈ ഇന്ത്യൻസ്. ഈ മാർജിൻ ഇതിനേക്കാൾ വലുതാകുമായിരുന്നനെ. ഷർഫേൻ റുദർഫോർഡ് ഫോർ എ ഫൺ സിക്സർ അങ്ങ് അടിച്ചു കൂട്ടിയപ്പോഴാണ് ഈ മാർജിൻ ഇത്ര ഡ്രോപ്പായത്. 9 സിക്സറുകളാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് വന്നത്. 31 പന്തുകളിൽ നിന്ന് 71 റൺസ് അദ്ദേഹം അടിച്ചു കൂട്ടുകയും ചെയ്തു. അവസാന ഓവറിലൊക്കെ അദ്ദേഹം
റൊമാരിയോ ഷെഫേർഡിന് കൊടുത്ത കൊടുക്കലൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണിത് കുറഞ്ഞത്. ഹാർദിക്ക് 40 റൺസ് മികച്ച ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഫൈനലി 18 റൺസിന് RCB വിജയിച്ച് കയറി. അപ്പോൾ ഇനി വിശദമായിട്ട് നമ്മൾ വിലയിരുത്തിയാൽ ടോസ് ഇവിടെ ക്രൂഷ്യലാണ്. സാധാരണ നൈറ്റ് മാച്ചുകളിൽ അവിടെ ഫ്ലാറ്റ് പിച്ചിൽ ഡ്യൂ ഉണ്ടാകുമ്പോൾ ടോസ് ക്രൂഷ്യലാണ്. ചേസിങ് ടീമിന് സിഗ്നിഫിക്കൻ്റ് അഡ്വാൻറ്റേജ് ഉണ്ടാകും. പക്ഷെ അത് മുതലെടുക്കാൻ കഴിഞ്ഞില്ല മുംബൈ ഇന്ത്യൻസിന്. കളി കഴിഞ്ഞിട്ട് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ ഹാർദിക് പാണ്ഡ്യ പറയുന്നുണ്ട്, ഞങ്ങൾ നന്നായിട്ട് ബാറ്റ് ചെയ്യുകയും നന്നായിട്ട് ബൗൾ ചെയ്യുകയും ചെയ്താൽ ടോസ് ഒരു വിഷയമല്ല എന്ന്. അത് രണ്ടും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഡിഫെൻഡിങ് ചാമ്പ്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടോസ് നഷ്ടപ്പെട്ടിട്ടും അവർ ചെയ്യേണ്ടത് എന്താണോ അതവർ ചെയ്തു. ഈ IPLലെ ഹയസ്റ്റ് സ്കോർ, ഈ ഗ്രൗണ്ടിലെ ഹയസ്റ്റ് സ്കോർ 240 റൺസ് അവരടിച്ചു. ദെൻ വിത്ത് കൺസിഡറബിൾ ഈസ് അവരത് ഡിഫെൻഡ് ചെയ്യുന്ന കാഴ്ചയും കണ്ടു. ഫിൽ സാൾട്ടും രജത് പട്ടീദാറുമാണ് തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിൽ നിന്ന് കളി കൊണ്ടുപോയതെന്ന് പറയേണ്ടി വരും. 36 പന്തിൽ നിന്ന് 78 റൺസാണ് ഫിൽ സാൾട്ട്, 20 പന്തിൽ നിന്ന് 53 റൺസാണ് രജത് പട്ടീദാർ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, പട്ടീദാറിൻ്റെ ഫാസ്റ്റസ്റ്റ് 50 ഈ ഒരു കളിയിൽ പിറന്നു എന്നുള്ളത് കൂടിയാണ്. ഇവർ ഹാട്രിക് സിക്സസ് അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ടോട്ടൽ 11 സിക്സറുകളും 10 ഫോറുകളും അവരുടെ ബാറ്റുകളിൽ നിന്ന് പറക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ മൈതാനത്ത് വാങ്കഡയിൽ RCB ചാൻറ്റുകൾ മുഴങ്ങുന്ന കാഴ്ച കളി കഴിഞ്ഞിട്ട് അതും രജത് പട്ടീദാർ എടുത്ത് പറഞ്ഞു. ഈ ഗ്രൗണ്ടിൽ ഇവിടെ വന്ന് ഈ ആരാധകരുടെ ഇങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കളിക്കുക എന്നുള്ളത് ക്വൈറ്റ് അമേസിങ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് യഥാർത്ഥത്തിൽ അവർ നേടിയെടുത്തതാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ഇങ്ങനെ അടിച്ചിടത്താണ് വിരാട് കോഹ്ലിയുടെ മെല്ലെപ്പോക്ക് ടീമിനെ ബാധിക്കാതിരുന്നത്. അദ്ദേഹം തന്നെ അതിൽ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് തോന്നിപ്പോയി. അത് വിരാട് കോഹ്ലിയുടെ ബോഡി ലാംഗ്വേജിലൊക്കെ വ്യക്തമായിരുന്നു. 38 പന്തിൽ നിന്ന് 5 ഫോറും 1 സിക്സും അടക്കം 50 റൺസാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും മറുഭാഗത്ത് നന്നായിട്ട് റൺ ഒഴുകുമ്പോൾ വിരാട് കോഹ്ലിക്ക് എന്തുകൊണ്ടോ സ്കോർ ചെയ്യാൻ പറ്റാതെ പോയി. അപ്പോൾ അതിൽ അദ്ദേഹം തന്നെ നിരാശനായിരുന്നു. പിന്നെ രണ്ടാം ഇന്നിങ്സിൽ വിരാട് കോഹ്ലി പരിക്കിൻ്റെയും ചില അസുഖത്തിൻ്റെയൊക്കെ പ്രശ്നം കാരണം ഫീൽഡ് ചെയ്യാൻ വന്നതുമില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ അവിടെ ഡഗൗട്ടിലിരിക്കുമ്പോൾ വലിയ നിരാശയും തോന്നിയിട്ടുണ്ടാവില്ല. അതിൻ്റെ കാരണം സുയാഷ് ശർമ്മയും കൃണാൽ പാണ്ഡ്യയും എക്സാക്ട്ലി എന്താണ് ചെയ്യേണ്ടതോ അത് കൃത്യമായിട്ട് ചെയ്തു. സുയാഷ് വിക്കറ്റുകൾ എടുത്തു, അതാണ് അവിടെ പ്രധാനപ്പെട്ടത്. സുയാഷ് റണ്ണ് കൊടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ആഞ്ഞടിച്ചുകൊണ്ട് കുതിച്ചു പാഞ്ഞിരുന്ന റിയാൻ റിക്കിൾട്ടൻ്റെ വിക്കറ്റ് എടുത്തത് സുയാഷാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ തിലക് വർമ്മ, അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷ വെക്കാവുന്ന മറ്റൊരു താരമായിരുന്നു തിലക് വർമ്മ. ഈ 2 പേരെയും പറഞ്ഞു വിട്ടുകൊണ്ട് സുയാഷ് തൻ്റേതായിട്ടുള്ള ധർമ്മം വളരെ കൃത്യമായിട്ട് ചെയ്തു തീർത്തു. അതേസമയം കൃണാളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇങ്ങനെ റണ്ണൊഴുകിയ ഒരു പിച്ചിലാണ് 4 ഓവറിൽ ജസ്റ്റ് 26 റൺസ് മാത്രം വിട്ടുകൊടുക്കുന്നത്. അതോടൊപ്പം സൂര്യകുമാർ യാദവിൻ്റെ വിക്കറ്റ് എടുക്കുകയും ചെയ്തു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കളിയിൽ വലിയ ഡിഫറൻസ് ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2 RCB സ്പിന്നേഴ്സ് കൂടി ബൗൾ ചെയ്ത് 8 ഓവർ ബൗൾ ചെയ്തിട്ട് 73 റൺസാണ് വിട്ടുകൊടുത്തത്. 3 ബിഗ് വിക്കറ്റുകൾ അവർ പിഴുതെടുത്തു. അതേസമയം മുംബൈ ഇന്ത്യൻസിന് 2 സ്പിന്നേഴ്സ് കൂടി 6 ഓവറിൽ 83 റൺസ് കൺസീഡ് ചെയ്തിരുന്നു. സോ ദാറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. അവിടെയാണ് ഒരർത്ഥത്തിൽ കളി തിരിഞ്ഞത്. അപ്പോൾ സാൾട്ടും നമ്മുടെ കോഹ്ലിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്, കോഹ്ലി ഇന്നിങ്സിലെ ഫസ്റ്റ് ബൗണ്ടറി സിക്സറിലൂടെ തുടങ്ങി വെച്ചു ഫസ്റ്റ് ഓവറിൽ. പക്ഷേ ദെൻ അടിയങ്ങ് പിന്നെ തുടരുന്നത് ഫിൽ സാൾട്ടാണ്. പവർ പ്ലേയിൽ 22 പന്തുകളിൽ നിന്നാണ് 47 റൺസ് വരുന്നത്. അപ്പം തീർച്ചയായിട്ടും മിച്ചൽ സാന്റ്നർ സാധാരണഗതിയിൽ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. അദ്ദേഹത്തിനെതിരെ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തു. 3 സിക്സറുകളും 1 ഫോറും അങ്ങ് അടിച്ചു പറത്തുന്നത് കണ്ടു. അപ്പം MI ഈ ഒരു ഘട്ടത്തിൽ 2 ഓവറുകൾ ജസ്പ്രീത് ബുംറയെ കൊണ്ട് എറിയിക്കേണ്ടി വന്നു. സാധാരണ ബുംറ പവർ പ്ലേയിൽ 1 ഓവർ എറിഞ്ഞു, പിന്നെ ബാക്കി പിന്നീടാണ് എറിയുക. അതിന് പകരം 2 ഓവറുകൾ എറിയാൻ അവർ ഫോഴ്സ് ചെയ്യപ്പെട്ടു. സ്റ്റിൽ RCB 71 റൺസ് പവർ പ്ലേയിൽ അടിക്കുകയും ചെയ്തു. പിന്നെ ഒരു കീ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ലെഗ് സ്പിന്നറെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കാരണം റൈറ്റ് ഹാൻഡഡ് ഹെവി ബാറ്റിംഗ് ലൈനപ്പിനെതിരെ ലെഗ് സ്പിന്നർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ മയങ്ക് മാർക്കണ്ടേക്ക് 2 ഡയറക്ഷനിൽ അത്ര വലിയ ഒരു ടേണൊന്നും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയില്ല. സാൾട്ട് 3 കൺസിക്യൂട്ടീവ് ഫോറുകൾ ദെൻ സിക്സറൊക്കെ അടിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു ഭീഷണി ടാക്കിൾ ചെയ്യുകയും ചെയ്തു. അപ്പം സത്യം പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിന് എല്ലാ
ശ്രമങ്ങളും പരാജയപ്പെടുന്ന ഒരവസ്ഥ വന്നു. അവർ ഷാർദുൽ താക്കൂറിനെ ഉപയോഗിക്കേണ്ടി വന്നു. ഈ 11ാമത്തെ ഓവറിലാണ് പിന്നെ ഷാർദുൽ താക്കൂർ വരുന്നത്. വൈഡ് യോർക്കേഴ്സ് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യുന്നു. കോഹ്ലിയെ അദ്ദേഹം ടൈ ഡൗൺ ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒടുവിൽ പുറത്തു പോകുന്നു ഫിൽ സാൾട്ട്. ഷാർദുൽ താക്കൂറിൻ്റെ പന്തിൽ ഹാർദിക് പാണ്ഡ്യ പിടിച്ച് പുറത്താകുന്ന ഘട്ടത്തിൽ 36 പന്തിൽ 4 4 6 6 അടക്കം 78 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. 11ാമത്തെ ഓവറിലാണ് ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ട് മടങ്ങുന്നത് എന്നർത്ഥം. അപ്പോഴേക്കും 100 കടന്ന് 120 റൺസിലേക്ക് RCBയുടെ സ്കോർ കാർഡ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വിക്കറ്റ് അവർക്ക് കിട്ടുന്നു. മുംബൈയെ സംബന്ധിച്ചിടത്തോളം അവസാനം എറിഞ്ഞ 17 പന്തുകളിൽ 25 റൺസാണ് വിട്ടുകൊടുത്തിട്ടുള്ളൂ. ഒരു വിക്കറ്റ് എടുക്കുന്നു. ഒരു തിരിച്ചുവരവിനുള്ള കോപ്പ് കൂട്ടിയ മുംബൈ ഇന്ത്യൻസിൻ്റെ ആ പ്രതീക്ഷകളെ തകർത്തത് തീർച്ചയായിട്ടും രജത് പട്ടീദാറാണ്. രജത് പട്ടീദാർ ക്രീസിലേക്ക് ഇറങ്ങി കൃത്യമായ ലക്ഷ്യബോധത്തിൽ ബാറ്റ് വീശി. പിന്നെ അങ്ങ് അടിയാണ് എന്ന് പറഞ്ഞാൽ സിക്സറുകളും അതുപോലെ ഫോറുകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പ്രവഹിക്കുന്ന കാഴ്ച. ദെൻ മാർക്കണ്ടയുടെ മടങ്ങി വരവ്, അടുത്ത ഓവറിന് മടങ്ങി വന്നത് ഒരു ഡിസാസ്ട്രസ് ആയിട്ട് MIക്ക് മാറുന്ന കാഴ്ച. പട്ടീദാർ ശരിക്കും പറഞ്ഞാൽ ആ ബൗളറെ എടുത്തിട്ട് അങ്ങ് അലക്കുന്ന കാഴ്ച. 3 back-to-back സിക്സസ് വരുന്നു, ഇൻക്ലൂഡിങ് ഒരു റിവേഴ്സ് സ്വീപ്പ് വരുന്നു. സോ 4 പന്തുകളിൽ നിന്ന് 22 റൺസ് അവിടെ അടിച്ചു കൂട്ടുമ്പോൾ പട്ടീദാർ പോകുന്നത് ശരവേഗത്തിലാണ് എന്നുള്ളത് തെളിയുകയായിരുന്നു. സ്വാഭാവികമായിട്ടും 4 പന്തുകൾ 22 റൺസ് എന്ന് വരുമ്പോൾ അവിടെ നിന്ന് പിന്നെ സ്ട്രൈക്ക് റേറ്റ് താഴേക്ക് പോവുകയാണ് ചെയ്യുക. പക്ഷേ പട്ടീദാർ അങ്ങനെ ഒരുപാട് താഴേക്ക് പോകാനൊന്നും സമ്മതിച്ചില്ല. അദ്ദേഹം ബാറ്റ് ചെയ്ത 20 പന്തുകളിൽ നിന്ന് 4 4ഉം 5 6ഉം അടക്കം 53 റൺസ് അടിച്ചു. 265 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. ദെൻ ശരിക്കും പറഞ്ഞാൽ ഷാർദുൽ താക്കൂറിൻ്റെ അടുത്ത ഓവർ പൂർണ്ണമായിട്ടും അവർ ഈ തകർന്നൊരവസ്ഥയിലേക്ക് വന്നു. 10 ബോൾ വരെ എറിഞ്ഞിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നത്, എക്സ്ട്രാസ് വന്നതുകൊണ്ട്. 23 റൺസാണ് അവിടെ ആ ഓവറിൽ വന്നത്. സോ RCB 13 ഓവറിൽ 167 റൺസിലേക്ക് കുതിച്ചെത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. സോ RCBയെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി, ഒരു വലിയ സ്കോർ അവിടെ ഉയർത്താനുള്ള ബിഗ് ഓപ്പർച്യൂണിറ്റി അവിടെ വന്നതാണ്. പക്ഷേ വിരാട് കോഹ്ലിക്ക് എന്തുകൊണ്ടോ പതിവ് പോലെ വേണ്ട വിധത്തിൽ ബൗണ്ടറി അദ്ദേഹത്തിന് നേടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചു, ബട്ട് റിസൾട്ട് വന്നില്ല. മാത്രമല്ല സാൻഡർ ഒരു ഭാഗത്ത് എറിയുമ്പോൾ റിവേഴ്സ് സ്വീപ്പ് പോലെയുള്ള ആയുധങ്ങൾ എടുക്കണമായിരുന്നു. പക്ഷേ കോഹ്ലിയുടെ അവതാഴിയിൽ അത്തരത്തിലുള്ള ആയുധം നമ്മൾ അത്രയധികം കാണാറില്ലല്ലോ. സോ ഫൈനലി പട്ടീദാറിൻ്റെ വിക്കറ്റ് വീഴുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പട്ടീദാർ പുറത്താകുന്നത് മിച്ചൽ സാൻഡറുടെ പന്തിൽ തിലക് വർമ്മ പിടിച്ചിട്ടാണ്. സോ വിരാട് കോഹ്ലി പുറത്താകുന്നു. വിരാട് കോഹ്ലി പുറത്താകുമ്പോൾ 185-ന് 2 പട്ടീദാർ മികച്ച ഫോം പോയിക്കൊണ്ടിരിക്കുകയാണ്. പട്ടീദാർ പിന്നാലെ പുറത്താകുന്നു 194-ന് 3. അപ്പോൾ അവിടെ നിന്ന് ഇനി എന്ത് എന്നൊരു ചോദ്യമുണ്ട്. ജിതേഷ് ശർമ്മ അതാ ക്രീസിലേക്ക് വന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫിനിഷിംഗ് ടച്ചിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് ടിം ഡേവിഡാണ്. ടിം ഡേവിഡ് 16 പന്തിൽ നിന്ന് 2 4ഉം 3 6ഉം അടക്കം 34 റൺസാണ് അടിച്ചു കൂട്ടിയത്. അതോടുകൂടിയാണ് ഒരു ബിഗ് സ്കോറിലേക്ക് അവർ പോയത്. ദെൻ ബൂമ്രയുടെ കാര്യം എടുത്ത് പറയണം. ബൂമ്ര നന്നായിട്ട് തന്നെ പന്ത് എറിഞ്ഞിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് വിക്കറ്റ് കിട്ടിയിട്ടില്ല. IPL ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അവരുടെ ക്വാളിഫയർ മത്സരം അടക്കം എടുത്താൽ 5 മത്സരങ്ങളായിട്ട് ഇപ്പോൾ ബൂമ്രക്ക് വിക്കറ്റേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം വിക്കറ്റ് നേടുക എന്നുള്ളതും മുംബൈ ഇന്ത്യൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കൃണാലും സുയാഷും ചേർന്നുകൊണ്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ ചേസിനെ തകർക്കുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത്. റിക്കിൾട്ടൺ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ടിലേക്ക് പോകുന്ന കാഴ്ച. കാരണം അടിച്ചു പറത്തിപ്പോൾ ജാക്കബ് ഡഫിക്കും ഭുവനേശ്വർ കുമാറിനും എത്രത്തോളം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു പവർ പ്ലേയിൽ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നത്. ഡഫിക്ക് നന്നായിട്ട് അടി കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ 4 ഓവറിൽ അദ്ദേഹം വഴങ്ങിയത് 58 റൺസാണ്. പക്ഷേ റിക്കിൾട്ടന് അതിവേഗത്തിൽ സ്കോർ ചെയ്തപ്പോൾ 3 ഓവർ കഴിയുമ്പോൾ 39 റൺസിലേക്ക് മുംബൈ ഇന്ത്യൻസ് എത്തിക്കഴിഞ്ഞിരുന്നു. 4 ഓവർ കഴിയുമ്പോൾ 48. സോ ഒരു ക്ലോസ് മാച്ച് അവിടെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചു. കാരണം പിച്ചിൻ്റെ സ്വഭാവം അതാണ്. ഡ്യൂ വരുമ്പോൾ 2ാം ഇന്നിങ്സിൽ കാര്യങ്ങൾ അനുകൂലമാകും ബാറ്റർമാർക്ക്. പക്ഷേ കൃണാലിൻ്റെ ഇൻട്രഡക്ഷന് വലിയ രൂപത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. നോക്കുക, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഓവറിൽ 8 റൺസ് മാത്രമാണ് വന്നത്. പിന്നെ ഇമ്പാക്റ്റ് പ്ലെയർ റഷിക് ദാർ 15 റൺസാണ് 2 ഓവറുകളിൽ ഇൻസൈഡ് ദി പവർ പ്ലേയിൽ അദ്ദേഹം വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. സോ രോഹിത് ശർമ്മ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ രോഹിത് ആംസ്ട്രിങ് ഇഞ്ചുറി കാരണമാണ് അദ്ദേഹം പിൻവാങ്ങി. പിന്നെ 7 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ മുംബൈ ഉള്ളത് 72 റൺസിലാണ്. മുംബൈയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമല്ല എന്നർത്ഥം.
ആസ്കിംഗ് റേറ്റ് ഓൾറെഡി 13 മുകളിലാണ്. അപ്പോൾ റിക്കിൾട്ടനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നോക്കി നിൽക്കാൻ പറ്റില്ല, അടിച്ചേ പറ്റൂ എന്നുള്ളതാണ്. സുയാഷിനെ അടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം അവിടെ പുറത്താകുന്ന ഒരു കാഴ്ച. ഭുവനേശ്വർ കുമാർ ക്യാച്ച് എടുത്ത് മടങ്ങുമ്പോൾ 22 പന്തുകളിൽ നിന്ന് 3 4 3 6 അടക്കം 37 റൺസാണ് അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആ വിക്കറ്റ് വീഴുന്നു. അവിടെ നിന്ന് പിന്നീട് രക്ഷപ്പെടുത്തേണ്ടത് തീർച്ചയായിട്ടും സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഒക്കെ ചേർന്നിട്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി തിലക് വർമ്മ വന്നതും പോയതും ഒരുമിച്ചാണ്. തിലക് വർമ്മ ഈ ഒരു മത്സരത്തിൽ 3 പന്തുകൾ നേരിട്ട് സുയാഷ് ശർമ്മയുടെ പന്തിൽ ജേക്കബ് ഡഫി പിടിച്ച് ഒറ്റ റൺസുമായിട്ട് മടങ്ങിപ്പോയി. സോ കാര്യങ്ങൾ മുംബൈ പതിയെ കൈവിടുന്നു എന്നതാണ് അവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്. അതിനുശേഷം പിന്നെ ഒരു തിരിച്ചുവരവിലേക്ക് അവർ പോയി എന്ന് പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹാർദിക് വന്നു, ഫസ്റ്റ് ബോൾ 6 അടിച്ചു. ഹാർദിക് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്, അതിൽ സംശയമില്ല. സൂര്യ അത്ര ഈസിലി പോകുന്നുണ്ടായിരുന്നില്ല. 22 പന്തിൽ 5 ഫോൾസ് ആയതോടെ 33 റൺസ്. ഹാർദിക് പാണ്ഡ്യ പക്ഷേ അങ്ങനെയല്ല. ടീമിനെ വിജയിപ്പിക്കാൻ അദ്ദേഹം ഒരു ശ്രമം നടത്തി. 22 പന്തുകളിൽ നിന്ന് 6 4 ഒരു 6 അടക്കം 40 റൺസ് അടിച്ചു. നമാന്തിറിനെ റഷീദ് സലാം പുറത്താക്കുകകൂടി ചെയ്തതോടുകൂടി അവരുടെ കളി ഒരിക്കലും വിജയിക്കില്ല എന്ന കാര്യം ഉറപ്പായിരുന്നു. സാന്നറും റുദർഫോർഡും ചേർന്നുള്ള 50 റൺസിന് മുകളിലുള്ള കൂട്ടുകെട്ടാണ് പിന്നീട് വരുന്നത്. അതായത് 154-5 എന്ന നിലയിൽ നിന്ന് അവർ 222 റൺസിലേക്ക് എത്തി. അങ്ങനെ എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും റുദർഫോർഡിൻ്റെ ബാറ്റിംഗ് ആണ്. അദ്ദേഹം പൊളിച്ചടുക്കിയ ഹിറ്റിംഗ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. എല്ലാ തരത്തിലും ഒരു കിടിലൻ ഹിറ്റിംഗ്. അതിൽ തൻ്റെ വെസ്റ്റ് ഇൻഡീസ് ടീമിലെ സഹതാരത്തിനും കൊടുക്കുന്നു അടി. അങ്ങനെ 31 പന്തിൽ നിന്ന് 1 4ഉം 9 6ഉം അടക്കം 229.03 സ്ട്രൈക്ക് റേറ്റിൽ 71 റൺസുമായിട്ട് അദ്ദേഹം പുറത്താകാറുന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹാർദിക് ഒരു ഭാഗത്ത് നന്നായിട്ട് ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തും, മറുഭാഗത്ത് കൃണാൾ മനോഹരമായിട്ട് പന്തെറിഞ്ഞു എന്ന് മാത്രമല്ല 4 ഓവറുകളിൽ അദ്ദേഹം ആകെ വിട്ടുകൊടുത്തിട്ടുള്ളത് 26 റൺസാണ്. ഒരു വിക്കറ്റ് സൂര്യകുമാർ യാദവിൻ്റെ വിക്കറ്റ് എടുക്കുകയും ചെയ്തു. സോ MIയെ സംബന്ധിച്ചിടത്തോളം അവസാനം ഒരു ഘട്ടത്തിൽ സൂര്യകുമാർ പുറത്താകുമ്പോൾ 46 പന്തുകളിൽ 120 റൺസ് എന്നുള്ളതാണ്. ആ ഒരു ആസ്കിംഗ് റേറ്റ് തീർച്ചയായിട്ടും വലിയ രൂപത്തിൽ ഒരു ബോളിൽ 3 റൺസ് എന്ന രൂപത്തിലേക്ക് മാറുന്നു. അതായത് 300 സ്ട്രൈക്ക് റേറ്റ് കളിച്ചെങ്കിൽ മാത്രമേ എത്തൂ. 18 റൺസ് പെർ ഓവർ അടിക്കണം എന്ന രൂപത്തിലേക്കൊക്കെ മാറി. ഷർഫൻ റുദർഫോർഡ് അടിച്ചതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, ഈ ബിഗ് തോൽവിയുടെ മാർജിൻ അവർക്ക് മാറ്റാൻ പറ്റി. രണ്ടാമത്തത്, അവരുടെ നെറ്റ് റൺ റേറ്റിനുണ്ടാക്കാവുന്ന ഒരു ബിഗ് ഡാമേജിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റി. അപ്പോൾ ഇതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ഉണ്ട്. ഒന്ന്, RCB മിന്നും ഫോമിലാണ്. RCBക്ക് കോഹ്ലിയെ മാത്രം ആശ്രയിച്ച് പോകേണ്ട കാര്യമെന്നില്ല. അവർ എല്ലാ എതിരാളികളെയും അവരുടെ മണ്ണിൽ പോയിട്ടും തോൽപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു പെർഫെക്റ്റ് ടീമായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകണമെങ്കിൽ ഇന്നലെ ഹാർദിക് പാണ്ഡ്യ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളിൽ റീതിങ്ക് ചെയ്യേണ്ടതുണ്ട്. ലോകത്തെ മികച്ച ബൗളർമാർ അവരുടെ നിരയിലുണ്ട്, സൂപ്പർ സ്റ്റാർ ബാറ്റർമാർ അവരുടെ നിരയിലുണ്ട്, മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന കോച്ചിങ് സ്റ്റാഫുമുണ്ട്. ബട്ട് എവിടെയൊക്കെയോ പിഴക്കുന്നു. ഹാർദിക് പാണ്ഡ്യ പറഞ്ഞ പോലെ ഒരു റീതിങ്ക് ആവശ്യമാണ്. വേണ്ടി വന്നാൽ ഒരു റീസ്റ്റാർട്ട് ബട്ടൺ തന്നെ പ്രസ് ചെയ്യേണ്ടി വന്നേക്കാം. ഇപ്പോൾ വിൽ ജാക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. ബാക്കി ഒരുപാട് മഹാരഥന്മാരുണ്ടല്ലോ. എന്നിട്ടാണല്ലോ ഈ അവസ്ഥ. മുംബൈ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ ആരാധകരെ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.